നിൻ്റെ എന്നെ പോലെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്, അത് നീ തന്നെയാണോ എന്നൊന്ന് ഡൗട്ട്. അപ്പോൾ നീ ഒന്ന് നോക്ക് എന്ന് പറഞ്ഞിട്ട് എനിക്ക് അയച്ചായിരുന്നു. അപ്പോൾ അന്നാണെങ്കിൽ നേരെ പോർഷൻസ് കവർ ചെയ്തുമില്ല. അപ്പോൾ ഞാൻ ശരിയെന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ ഇരുന്ന് ആ ഒരു പോർഷൻസ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴായിരുന്നു ഞാൻ ആ ടൈം കളഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ വീടും വീട്ടുകാരും എല്ലാവരും വെളിയിലാകും, അതെനിക്ക് ഉറപ്പാണ്. ഇത്രയാണ് വന്നത്. എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു 5 മണിയാകുമ്പോഴേക്ക് എത്താം എന്ന് പറഞ്ഞപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട്. പക്ഷേ 5 മണി 7 മണി ആകുമ്പോൾ മീൻസ് അവർക്ക് അതുവഴി അങ്ങനെ പോകുമായിരുന്നു. പക്ഷേ അവരെനിക്ക് അത്രയും ചെയ്തു തരുമ്പോൾ എനിക്കും സങ്കടം ഉണ്ടായിരുന്നു. നമസ്കാരം. കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ വൈറലായിരുന്നു. ആ വീഡിയോ ഇങ്ങനെയായിരുന്നു: ഒരു സൊമാറ്റോ ജീവനക്കാരൻ പാലത്തിന് സൈഡിലിരുന്ന് ഇരുണ്ട വെളിച്ചത്തിൽ പഠിക്കുന്ന ഒരു വീഡിയോ ദൃശ്യമായിരുന്നു. അതുവഴി പോയ ഒരു വ്ളോഗറാണ് ആ വീഡിയോ പകർത്തി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത്. അത് വളരെ വേഗം വൈറലായി. ഈ നിമിഷം വരെ ഏകദേശം 8 മില്യൺ അടുത്ത് വ്യൂസ് അതിനുണ്ടായി. അതാരാണ്, എന്താണ് എന്നടക്കമുള്ള ഒരുപാട് കമൻറ്റുകളൊക്കെ അതിൽ വന്നിരുന്നു. അതിൽ അഖിൽ എന്ന പാലക്കാട് സ്വദേശിയാണെന്ന് പറഞ്ഞിരുന്നു. എന്തായാലും മറുനാടിനൊപ്പം അഖിൽ ചേരുന്നുണ്ട്. അഖിൽ ശിവദാസൻ എന്നാണ് പേര്. പാലക്കാട് നെന്മാറ സ്വദേശിയാണ്. അഖിലേ, എന്താണ് ആ വീഡിയോയിൽ കണ്ട കാര്യത്തിൻ്റെ ഒരു വാസ്തവം? അവിടെ ഇരുന്ന് പഠിക്കുകയായിരുന്നു? അതെ, ഞാൻ പഠിക്കുകയായിരുന്നു. ഞാനിപ്പോൾ ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു ടൈമിൽ സൊമാറ്റോ ഓടിക്കഴിഞ്ഞതിന് ശേഷം ഫ്രീ ആയിരിക്കുന്ന ഒരു ടൈമായിരുന്നു. അപ്പോൾ അന്ന് ഓട്ടം കുറവായതുകൊണ്ട് ശരി എന്തായാലും ഫുഡ് കഴിച്ചതിന് ശേഷം കുറച്ചും കൂടി ഓടാം, ബാക്കിയുള്ള ടൈം എന്തായാലും കുറച്ച് പിറ്റേ ദിവസം എനിക്ക് ജസ്റ്റ് ഒരു ക്ലാസ് ടെസ്റ്റ് പോലെ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ പോർഷൻസ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനപ്പോൾ എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് എന്തായാലും കവറും ചെയ്യണം, ഓടും വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ജസ്റ്റ് ഫുഡൊക്കെ ഒന്ന് കഴിച്ച് കഴിഞ്ഞ ശേഷം അവിടെ തന്നെ ഇരുന്നു. ആക്ച്വലി അത് എപ്പോഴും അങ്ങനെ തന്നെ നമുക്ക് മീൻസ് കാരണം ഉച്ചവരെ ക്ലാസ് എനിക്ക്. ഉച്ച കഴിഞ്ഞ ശേഷം വൈകുന്നേരം എനിക്ക് നോർമലി ഈ സൊമാറ്റോ ഓടാൻ പോകും ഞാൻ. അപ്പോൾ അങ്ങനെ ഇരുന്നുകൊണ്ട് അപ്പോൾ അന്നാണെങ്കിൽ നേരെ പോർഷൻസ് കവർ ചെയ്തുമില്ല. അപ്പോൾ ഞാൻ ശരിയെന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ ഇരുന്ന് ആ ഒരു പോർഷൻസ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കുറച്ച് നോട്ടൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴായിരുന്നു അതുവഴി നമ്മുടെ നസ്രു ബ്രോ വന്നിട്ടുണ്ടായിരുന്നു ആ വീഡിയോ. ആക്ച്വലി ഞാൻ ശ്രദ്ധിച്ച് ഞാൻ മൈൻഡ് ചെയ്തു. കാരണം ഇതിന് മുമ്പാണെന്നുണ്ടെങ്കിലും ഞാനിപ്പോൾ വേറെ എവിടെ നിൽക്കുന്ന ടൈമിൽ ഇതേപോലെയുള്ള ഇങ്ങനെ നമ്മൾ നോക്കുന്ന ടൈമിൽ ഒബിയസ്ലി നമുക്ക് വേറെ ഒരാൾ കാണുമ്പോൾ വെറുതെ ഇങ്ങനെ ഷോ കാട്ടണം, അങ്ങനെ കുറേ ഇതൊക്കെ വന്നിട്ടുണ്ട്. ഞാനത് മൈൻഡ് ചെയ്തില്ല. ഞാൻ മൈൻഡ് ചെയ്യാണ്ട് നമ്മളത് നോർമലി ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ചെയ്തു. ദെൻ അത് അപ്പോൾ പെട്ടെന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് അങ്ങനെ വന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു പെട്ടെന്നാണ് ഞാൻ പഠിക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ബ്രോ അങ്ങനെ വീഡിയോ എടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ബ്രോയുടെ വൈഫും കൂടി ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നിട്ട് തിരിച്ചു വന്നിട്ട് ജസ്റ്റ് ഒരു പേന എന്നിട്ട് എൻ്റെ അടുത്ത് വന്നു, നന്നായി പഠിക്ക്, കണ്ടു കഴിഞ്ഞപ്പോൾ വളരെയധികം സന്തോഷം എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ പോയി. പിന്നെ അത് കഴിഞ്ഞിട്ടായിരുന്നു ഞാൻ പിറ്റേ ദിവസമായിരുന്നു ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. എപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്? ഞാൻ ഇന്നലെ വൈകിട്ട് മുത്തശ്ശിക്ക് വയ്യാത്തതുകൊണ്ട്, ഞാൻ മുത്തശ്ശീൻ്റെ ഒപ്പം താമസിക്കുന്നത്. അപ്പോൾ മുത്തശ്ശിക്ക് വയ്യാത്തതുകൊണ്ട് ഞാനപ്പോൾ ഇന്നലെ വീട്ടിലേക്ക് പോയതായിരുന്നു. അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് വിളിച്ചിട്ടുണ്ടായിരുന്നു നല്ല. അപ്പോൾ അവർ വിളിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു, എടാ നിൻ്റെ എന്നെ പോലെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്, അത് നീ തന്നെയാണോ എന്നൊന്ന് ഡൗട്ട്. അപ്പോൾ നീ ഒന്ന് നോക്ക് എന്ന് പറഞ്ഞിട്ട് എനിക്ക് അയച്ചായിരുന്നു. അപ്പോഴാണ് ഞാൻ ആ വീഡിയോ കണ്ടത്. കണ്ടതിന് പിന്നെ എല്ലാവരും വിളിയായി, എല്ലാവരും ഫ്രണ്ട്സൊക്കെ വിളിച്ചു, ഒരുപാട് പേര് ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും എല്ലാവരും വിളിയായി, എല്ലാവരും സംസാരിച്ചു. നല്ലൊരു കുറേ പേര് എന്നെ പ്രോത്സാഹിപ്പിച്ചു. വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ എങ്ങനെയാണ്? വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുത്തശ്ശി, അച്ഛനമ്മ, 2 അനിയന്മാർ, മുത്തശ്ശി അവരുടെ ഒപ്പമാണ് ഞങ്ങൾ ഉള്ളത്. ആക്ച്വലി അപ്പോൾ അവർ വേറെ സെപ്പറേറ്റ് ആയിട്ട് മീൻസ് മുത്തശ്ശീൻ്റെ ഒപ്പമാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ അവർ ഇപ്പോൾ ചെറുപ്പം മുതൽ തന്നെ ഞാൻ അവിടെ തന്നെയാണ്. അപ്പോൾ ആക്ച്വലി ഇത് വന്നു കഴിഞ്ഞതിന് ശേഷം ഞാൻ അവരോട് തന്നെയാണ് കാര്യം പറയുന്നത്. എൻ്റെ ഇപ്പോൾ പഠിപ്പിൻ്റെ ആണെന്നുണ്ടെങ്കിലും എല്ലാം തന്നെ അവർ തന്നെയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ അവരോട് കാര്യം പറഞ്ഞു, എന്നെ പോലെ ആണെന്ന് പറഞ്ഞു. കാരണം അവർക്കും പേടിയാണ്, കാരണം ഇന്ന പോലെ എന്തെങ്കിലുമൊക്കെ പറ്റിപ്പോവോ, മീൻസ് എന്തെങ്കിലും കാരണം ട്രസ്റ്റഡ് ആണോ അങ്ങനെ എല്ലാവർക്കും ഒരു പേടി ഉണ്ടായിരുന്നു. അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ പിന്നെ വീട്ടുകാരോടൊക്കെ പറഞ്ഞതിന് അവസാനം വീട്ടുകാർ സമ്മതിച്ചു. പക്ഷേ ഇങ്ങനെ പോകുന്നതിനാണെന്നുണ്ടെങ്കിൽ നല്ലൊരു എമൗണ്ടും കാര്യങ്ങളും വേണം, ഏകദേശം ഒരു 5 lakhൻ്റെ അടുത്തൊക്കെ വേണം. പഠിച്ചത്
ഞാൻ +2 കഴിഞ്ഞു. +2 കഴിഞ്ഞതിന് ശേഷം പിന്നെ ഡിഗ്രിക്ക് പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ട് പോകാനും പറ്റിയില്ല. പിന്നെ അത് കഴിഞ്ഞ് പണിക്ക് വന്നു. ഇവിടെ എറണാകുളത്ത് തന്നെയായിരുന്നു ഞാൻ വന്നത്. ഒരു കോൾ സെൻറ്ററിൽ പണിക്ക് കയറി. അത് കഴിഞ്ഞ് പിന്നെ നോർമൽ പ്ലൈവുഡിൻ്റെ ഒരു പണിക്ക് അങ്ങനെ പോയി പണിക്ക് പോയി. പിന്നെ വർക്ക്ഷോപ്പിൽ പോയിട്ടുണ്ട്. അങ്ങനെ പോയി. അത് കഴിഞ്ഞ ശേഷം ലാസ്റ്റായിട്ട് ഞങ്ങളുടെ അവിടുത്തെ ഒരു ഹോസ്പിറ്റലുണ്ട്, അവിടെ സ്റ്റോറിൽ അസിസ്റ്റൻ്റായിട്ട് പോയി. അങ്ങനെ പോയി കഴിഞ്ഞിട്ട് പിന്നെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നോക്കിയത്. ജർമ്മൻ ലാംഗ്വേജ് മീൻസ് ഞാൻ അബ്രോഡ് എന്നുള്ളൊരു കാര്യം നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞതിന് ശേഷം വേറെ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, വേറെ കൺട്രീസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെയൊക്കെ നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ അതൊന്നും അഫോർഡബിളും അല്ല. അപ്പോൾ അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ അവസാനം ജർമ്മൻ എന്ന് പറയുന്നത് ഫ്രീ ആയിട്ട് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഞാനിപ്പോൾ വിചാരിച്ചു ശരി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ട് ജർമ്മൻ എന്നുള്ളൊരു കൺട്രീനെ കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിച്ചു കഴിഞ്ഞിട്ട് ആദ്യം വീട്ടിലൊക്കെ പറഞ്ഞു. വീട്ടുകാർ ആദ്യമൊന്നും ഇതുണ്ടായിരുന്നില്ല. പിന്നെ പണത്തിൻ്റെ പ്രശ്നം, ഫാമിലിയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഇഷ്യൂസ് വരുന്നുണ്ട്. സോ ഫൈനലി അതിന് ശേഷം വീടും കാര്യങ്ങളൊക്കെ പണയപ്പെടുത്തി അങ്ങനെ ലോണിൻ്റെ കാര്യത്തിന് വേണ്ടി അന്വേഷിച്ചു. അങ്ങനെ വീടും ഉണ്ടായിരുന്നു, അത് വിൽക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായി. അങ്ങനെ ശരി വന്നതിന് ശേഷം വീട്ടുകാർ പറഞ്ഞു എന്നാൽ ശരി പോയിട്ട് വാ, ഇതാണ് നിൻ്റെ ലൈഫാണ്, നീ ഇത് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പോയിട്ട് വാ. ബട്ട് ഇതിൽ നിന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ വീട്ടുകാരിലാണെന്നുണ്ടെങ്കിലും എൻ്റെ ഇപ്പോൾ ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിലും എല്ലാവരും ആണെന്നുണ്ടെങ്കിലും എല്ലാവരും നഷ്ടപ്പെടും. കാരണം കിടപ്പാടമാണ് നമ്മൾ ഇപ്പോൾ വിൽക്കുന്നത്. അപ്പോൾ അവർ പോയി കഴിഞ്ഞാൽ എനിക്കും ഒരു കുറ്റബോധം തന്നെയല്ലേ. സോ അതായിരുന്നു ഞാൻ മെയിനായിട്ട് എനിക്ക് പേടി തന്നെയായിരുന്നു. കാരണം ഒരു ടൈം നമുക്ക് വേസ്റ്റ് ആക്കുന്ന ടൈമിൽ എനിക്ക് എൻ്റെ വീട്ടുകാരനെ എനിക്ക് ഓർമ്മ വന്നത്. മീൻസ് എന്താകും എങ്ങനെ ആവുമെന്നൊന്നും എനിക്കറിയില്ല. കാരണം ഞാൻ ആ ടൈം കളഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എൻ്റെ വീടും വീട്ടുകാരും എല്ലാവരും വെളിയിലാകും, അതെനിക്ക് ഉറപ്പാണ്. സോ അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ എൻ്റെ കാര്യങ്ങളും നടക്കണം. വീട്ടുകാരനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, മുത്തശ്ശിയാണ്. അപ്പോൾ അതുകൊണ്ട് അവന് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല ഒരുപാട്. അപ്പോൾ അതുകൊണ്ട് സൊമാറ്റോ ഓടിക്കഴിഞ്ഞാൽ എപ്പോഴും ഓട്ടം, ഇപ്പോൾ നമ്മൾ ഈ പാർട്ട് ടൈമൊക്കെ ആകുന്നതുകൊണ്ട് നമുക്ക് എപ്പോഴും നല്ല ഓട്ടം കിട്ടില്ല. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ വീടും സ്ഥലവും എന്നിട്ട് വിൽക്കാനുള്ള തീരുമാനത്തിലെത്തി, അതിനുള്ള സംസാരമൊക്കെ നടന്നോ? ആരെങ്കിലും കണ്ടെത്തിയോ? എൻ്റെ ചെറിയച്ഛൻ തന്നെയാണ് ഇവിടെ, ഞാൻ ചെറിയച്ഛൻ്റെ വീട്ടിൽ താമസിക്കുന്നത്. അപ്പോൾ ചെറിയച്ഛനോട് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവർ വിൽക്കാമെന്നുള്ള കാര്യങ്ങളൊക്കെ വാങ്ങാമെന്നുള്ള കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ അതിപ്പോൾ പോകുന്ന ടൈമിൽ അതിന് മുമ്പായിട്ട് ഇതാക്കാം. അപ്പോൾ ഫീസ് ഇപ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കിയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞതിന് ശേഷം പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ A1-ൻ്റെ ഫീസ് അടച്ചു, അടുത്ത A2-ൻ്റെ ഒക്കെ അടയ്ക്കണം. അപ്പോൾ ഞാനിങ്ങനെ എല്ലാം ഈ സൊമാറ്റോ ഓടി അല്ലെങ്കിൽ നേരത്തെ ചെയ്ത ജോലിയിൽ നിന്നൊക്കെ മാറ്റിവെക്കുന്ന തുക വെച്ചിട്ടാണോ ഈ ഫീസൊക്കെ അടച്ചത്? ഞാൻ ഇപ്പോൾ A1-ൻ്റെ ഒക്കെ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ 2,000 രൂപ വേണം ആദ്യം നമുക്ക് ഫസ്റ്റ് ഫീസ് അടയ്ക്കാൻ. അങ്ങനെ ഫീസ് അടയ്ക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇപ്പോൾ വീട്ടുകാരോട് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഞാൻ മുമ്പ് വർക്ക് ചെയ്തോടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സാലറി ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എന്നുള്ളൊരു സേവിങ്സ് ആക്കിയിട്ട് എൻ്റെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല. വീട്ടിലിങ്ങനെ പറഞ്ഞ ടൈമിൽ വീട്ടുകാർ അവൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു ഗോൾഡും ഇത് കൊണ്ടുവച്ചു. ഉള്ള അച്ഛമ്മയുടെ ഉണ്ടായിരുന്ന ഒരു ചെയിനായിരുന്നു, അതും കൊണ്ട് വെച്ച് അങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോൾ സങ്കടം ഉണ്ടായിരുന്നു. കാരണം വിഷമം വരും. കാരണം മകൻ എന്നുള്ളൊരു ഇതല്ല, മീൻസ് പേരക്കുട്ടി എന്നുള്ള, ഞാൻ മുത്തശ്ശനാണ്. അപ്പോൾ അവരെനിക്ക് അത്രയും ചെയ്തു തരുമ്പോൾ എനിക്കും സങ്കടം ഉണ്ടായിരുന്നു. അങ്ങനെ പോയി അത് വെച്ച് കഴിഞ്ഞിട്ട് ഉള്ള ഉണ്ടായിരുന്നൊരു 10 രൂപ ഉണ്ടായിരുന്നു, ആ പൈസ തന്നു. ബാക്കി നമുക്ക് എന്തെങ്കിലും ചെയ്യാം, ചോദിക്കാം, ആരോടെങ്കിലുമൊക്കെ കടം ചോദിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ പോയി. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ A2-ൻ്റെ ഫീസ് ഇനിയിപ്പോൾ അടിക്കണം. 2 ആഴ്ച കൂടി കഴിഞ്ഞാൽ A1 കഴിയും. A1 കഴിയാറായി. അപ്പോൾ ഇനിയിപ്പോൾ A2-ൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ അടയ്ക്കണമായിരുന്നു. അപ്പോൾ ഞാനും ഇങ്ങനെ ടെൻഷനുണ്ട്. കാരണം വീട്ടുകാരോടാണെങ്കിലും നമുക്ക് ചോദിക്കണം, എന്ത് പറഞ്ഞിട്ടാണ് ചോദിക്കണം. ഇപ്പോൾ ഈ സൊമാറ്റോ ഓടി എന്ന് പറയുന്നത് നമുക്ക് വലിയൊരു എമൗണ്ടൊന്നും നമുക്ക് കിട്ടില്ല. എനിക്കിപ്പോൾ കഴിഞ്ഞ ആഴ്ച ആണെന്നുണ്ടെങ്കിലും എനിക്ക് കിട്ടിയിരിക്കുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ 600-700 രൂപ ആ റേറ്റിലാണ് ഒരാഴ്ച കിട്ടിയിരിക്കുന്നത്. പക്ഷേ നമ്മളിപ്പോൾ ഫുൾ ടൈമൊക്കെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓടിയാലൊക്കെ കിട്ടുള്ളൂ. പിന്നെയും അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ ഞാനപ്പോൾ വീട്ടുകാരോട് ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്, പക്ഷേ എനിക്കിതൊന്നും വിട്ട് കളയാനും പറ്റില്ല. കാരണം വിട്ട് കളഞ്ഞു തന്നെ എൻ്റെ മനസ്സിൽ ഫുള്ളും എൻ്റെ വീട്ടുകാരുടെ കാര്യങ്ങളാണ്. ഞാൻ എന്താ ചെയ്യും? വീട്ടുകാരെ ഉറപ്പാണ്, എനിക്ക് 100% ഉറപ്പാണ്. കാരണം നോർമൽ ബാങ്കുകളിലൊന്നും അന്വേഷിച്ചിട്ട് അവർ ലോണ് നമുക്ക് തരില്ല. കുറേ ഇവിടെ അന്വേഷിച്ചു. ഞാനിപ്പോൾ അമ്മയ്ക്കും അച്ഛമ്മയ്ക്കും മുത്തശ്ശിക്കൊക്കെ നല്ല വയസ്സായിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ പേരിലായിട്ട് ലോണ് കിട്ടില്ല.
അപ്പോൾ ഞാൻ പിന്നെ വേറെ അവിടെ കുറേ ലോൺ അന്വേഷിച്ചു. ഇനിയിപ്പോൾ ഒരു വഴി ഇരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഈ വീഡിയോ വൈറലാവുന്നത്. അതെ, അങ്ങനെ ഇതായി. വീഡിയോ വൈറലാവുന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സമൂഹത്തിൽ ഈ പഴയ വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരൊക്കെ ഇങ്ങനെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കീഴിലിരുന്ന് പഠിച്ചിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഈ 2024 പോലും ഒരു സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ചുവട്ടിലിരുന്ന് ഒരാൾ പഠിക്കുന്നു എന്ന് പറയുമ്പോൾ ആളുകൾ ഭയങ്കര വിഷമം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയല്ലേ ഓരോരുത്തർ വിളിച്ചിട്ട് അഖിലിനോട് സംസാരിക്കും? എന്നോട് ഒരുപാട് പേര് വിളിച്ചു, ഒരുപാട് പേര് എന്നെ. അതേപോലെ തന്നെ നമ്മുടെ മോട്ടിവേഷൻ സ്പീക്കർ ഗുരുവായൂർ അപ്പോൾ അനന്തു സാറ് അവരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അനന്തു സൈലം അദ്ദേഹം ഒരു ചെറിയ എമൗണ്ട് അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിലും അത് വലിയ എമൗണ്ട് തന്നെയാണ്. കാരണം ഇങ്ങനെയുള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു വലിയ പ്രോത്സാഹനം കൂടിയാണ്. അപ്പോൾ അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? അയ്യോ, എൻ്റെ കണ്ണിനറിയാൻ ഞാൻ പ്രതീക്ഷിച്ചില്ല സത്യം പറഞ്ഞാൽ. മീൻസ് എന്നെ കാണാൻ വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും വിളിക്കുന്നുണ്ട്, അപ്പോൾ എന്നെ കാണണം എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ കാണാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. അങ്ങനെ രാത്രിയാണ് വന്നത്. എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു 5 മണിയാകുമ്പോഴേക്ക് എത്താം എന്ന് പറഞ്ഞു. അപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട്, പക്ഷേ 5 മണി 7 മണി ആകുമ്പോൾ മീൻസ് അവർക്ക് അതുവഴി അങ്ങനെ പോകുമായിരുന്നു. പക്ഷേ അറിയില്ല, എൻ്റെ അടുത്ത് വന്നു. എനിക്ക് എൻ്റെ ആ ഒരു മൊമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം എല്ലാ വഴികളും നമുക്കൊരു ഡെഡ് എൻഡായി എന്താ ചെയ്യുക അടഞ്ഞു നിൽക്കുന്ന സമയത്താണ് ഇത് സംഭവിക്കുന്നത്. അതെ, എന്താ ചെയ്യേണ്ടത് നമുക്ക് അറിയാണ്ടിരിക്കുന്ന ഒരു ടൈമും കൂടിയാണിപ്പോൾ. അപ്പോൾ നസ്രു അല്ലേ, നസ്രുവിൻ്റെ രൂപത്തിൽ, ദൈവം നസ്രുവിൻ്റെ രൂപത്തിൽ മഞ്ഞുമ്മൽ പാലത്തിൽ കൂടി വന്നു എന്ന് വേണം പറയാൻ അല്ലേ? സത്യം, ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ എപ്പോഴും ഉള്ള പോലെ തന്നെയാണ്. ഞാൻ അന്നും എന്താണ് കുറച്ച് ഇത്തിരി വൈകി. അപ്പോൾ എന്തായാലും ഇപ്പോൾ ബ്രേക്ക് ഉണ്ടാവും. ബ്രേക്കുള്ള ടൈമിൽ ആ ബ്രേക്ക് എടുത്തതിന് ശേഷം കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഓടാം. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ കുറച്ചും കൂടി രാത്രി ആകുമ്പോൾ ഓട്ടം കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ പോയി ഇരുന്നത്. അപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ശരി എത്ര മണിക്കൂർ ഒരു ദിവസം ജോലി ചെയ്യും? അത് നമുക്കിപ്പോൾ ചിലപ്പോൾ ഞാൻ 4 മണി തൊട്ട് വൈകിട്ട് ചിലപ്പോൾ ഒരു 10 മണി വരെ നിൽക്കും, ഇല്ലെങ്കിൽ 11 മണി വരെ നിൽക്കും. പിന്നെ ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഓട്ടം കുറവാണെന്നുണ്ടെങ്കിൽ 12 മണി വരെയൊക്കെ നിൽക്കാം. അങ്ങനെ നിൽക്കും. ഈ ഒരുപാട് സുഖസൗകര്യങ്ങളിൽ ജീവിക്കുന്ന കുട്ടികൾക്ക് വലിയൊരു മാതൃക കൂടിയാണ് അഖിൽ ശിവദാസൻ. കാരണം നമ്മളെല്ലാവരും കുട്ടികൾ വലിയ അഹങ്കാരത്തോടു കൂടി പല കാര്യങ്ങളും ചെയ്യുന്നതൊക്കെ നമ്മളെല്ലാവരും കാണുന്നതാണ്. അപ്പോൾ ആ ഒരു കുട്ടികൾക്കൊക്കെ ഒരു മാതൃകയാണ് അഖിൽ. അതുപോലെ തന്നെ അഖിലിനെ ഇപ്പോൾ ആർക്കെങ്കിലും സഹായിക്കണം എന്നൊരു മനസ്സ് തോന്നിയാൽ അവരെന്താ ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും ഞാൻ സഹായിക്കാൻ തോന്നിയാണ്. ഞാൻ ഇനിയിപ്പോൾ എൻ്റെ അടുത്ത് അഖിലിനെ കോൺടാക്ട് ചെയ്യാനായിട്ട് ആരെങ്കിലും നമ്മളോട് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്താ നമ്പർ കൊടുക്കണോ, എന്ത് ചെയ്യണം? അയ്യോ, അതൊന്നുമില്ല. എന്നെപ്പോൾ ഓൾറെഡി ഇപ്പോൾ 2-3 ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. മീൻസ് എൻ്റെ B2 വരെയുള്ള കാര്യങ്ങൾ നോക്കാം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. വേറെ ആരൊക്കെയാണ് ഉള്ളത്? അമ്മയും മുത്തശ്ശി 2 അനിയന്മാർ. അവരൊക്കെ എന്ത് ചെയ്യുക? അവർ +2 പഠിക്കുന്നു. ഒരാൾ +2 കഴിഞ്ഞു, പിന്നെ ഒരാൾ +2 പഠിക്കുന്നു. എന്തായാലും ഈ അഖിലിന് എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ മറുനാടൻ്റെ ഓഫീസിലൊന്ന് ബന്ധപ്പെടുക. അല്ലെങ്കിൽ എൻ്റെ നമ്പർ ആരുടെയും കയ്യിലുണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെടാം. എൻ്റെ സോഷ്യൽ മീഡിയ വഴിയിട്ടോ അല്ലെങ്കിൽ മറുനാടൻ്റെ സോഷ്യൽ മീഡിയ വഴിയിട്ടോ അല്ലെങ്കിൽ news@marnadan.in എന്ന ഇമെയിൽ വഴിയിട്ട് നിങ്ങൾക്ക് അഖിലിൻ്റെ വിവരങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ തീർച്ചയായിട്ടും അഖിലിൻ്റെ വിവരങ്ങൾ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. നമ്പർ കൊടുക്കാതിരിക്കുന്നതിൻ്റെ കാരണം ഈ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ജോലി ചെയ്യുകയാണ്. അതിനിടയിൽ ഒരുപാട് കോളുകൾ വരുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് നമ്പർ നമ്മൾ തൽക്കാലം ഈ വീഡിയോയിൽ നൽകുന്നില്ല. അങ്ങനെ എന്തെങ്കിലും ഇദ്ദേഹത്തെ സഹായിക്കാൻ, ജർമ്മനിയിലേക്ക് പോകുവാനൊക്കെ സഹായിക്കാൻ ആരെങ്കിലും താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇമെയിൽ അയക്കാം. ഞങ്ങൾ തീർച്ചയായും അഖിലിൻ്റെ വിവരങ്ങളൊക്കെ തന്നെ നൽകും. അഖിൽ, അപ്പം എല്ലാവിധ ആശംസകളും. ജർമ്മനിയിൽ പോയി നേഴ്സിംഗ് പഠിച്ച് നിങ്ങളുടെ കുടുംബം പോറ്റാൻ കഴിയട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. കൊച്ചിയിൽ നിന്നും അഖിൽ രാമനോടൊപ്പം R. പിയൂഷ്, മറുനാടൻ TV.